വാസ്കോഡ ഗാമയുടെ പരസ്യമായ വെല്ലുവിളിയും പോർച്ചുഗീസ് നടപടികളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന അറബ് വ്യാപാരികളെയും സാമൂതിരിയെയും ഒക്കെ വലിയ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളായിരുന്നു. വ്യാപാര നഷ്ടത്തിൻ്റെ ആകുലതയിൽ നിന്നിരുന്ന അറബ് വ്യാപാരികൾ പലരും രാജ്യം വിട്ടു പോകാനുള്ള നടപടികൾ പോലും സ്വീകരിച്ചു. അതിൽ ചില അറബ് വ്യാപാരികൾ 17 കപ്പലുകളും 2000-ഓളം ആളുകളുമായി പന്തലായനി കൊല്ലത്ത് ഒത്തുചേരുകയുണ്ടായി. എന്നാൽ ലോപ്പോ സുവാരസിൻ്റെ നേതൃത്വത്തിൽ ഇവിടം ആക്രമണം ഉണ്ടാവുകയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും അറബികളെ കൊന്നൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം സാമൂതിരിയെയും അറബികളെയുമൊക്കെ ഭയപ്പെടുത്തിയിരിക്കാം. എങ്കിലും മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോർച്ചുഗീസിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കാണ് ഇരു കൂട്ടരും ആദ്യമേ പോയത്. 1503-1504 കാലത്ത് സാമൂതിരി 50,000-ഓളം വരുന്ന ഒരു പടയുമായി കൊച്ചി തന്നെ ആക്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. കടൽ മേഖലയിൽ മിക്കവാറും മുസ്ലിം നാവികർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1506-ൽ 3000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധത്തോടെ പോർച്ചുഗീസുകാർക്ക് തീരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണവും നേടാനായി. ഈജിപ്തിലെ സുൽത്താനായ ഖാൻസ അൽ ഗൗരി, ഗുജറാത്തിലെ സുൽത്താനായിരുന്ന മഹ്മൂദ് ബഗാർഹ എന്നിവരുമായി സാമൂതിരി ഉണ്ടാക്കിയ നാവിക സഖ്യം വലിയ പരാജയത്തിൽ കലാശിച്ചു. അതുപോലെ ജിദ്ദയിലെ കുർദിഷ് ഗവർണറായ അമീർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യവും ഗുജറാത്ത് തീരത്ത് പൂർണ്ണമായി പരാജയപ്പെട്ടു. 1510-ൽ അൽബുഖർഖ് ഗോവ പിടിച്ചടക്കിയതോടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യതകളും അവസാനിച്ചു. അതേ വർഷം തന്നെ അൽബുഖർഖ് കോഴിക്കോട് ആക്രമിക്കുകയും പോർച്ചുഗീസിനെ എതിർത്ത് നിന്നിരുന്ന സാമൂതിരിയെ ഇല്ലാതാക്കാൻ പല വഴികളും എടുക്കുകയുണ്ടായി. 1513-ൽ ഇദ്ദേഹം വിഷം ചെന്ന് മരണപ്പെട്ടതായി ചില രേഖകളും പറയുന്നു. ഏതായാലും ഇതിനുശേഷം വന്ന സാമൂതിരിക്ക് കോഴിക്കോട് ഒരു കോട്ട പണിയാനുള്ള അനുവാദം പോർച്ചുഗീസിന് നൽകേണ്ടിയും വന്നു. ചുരുക്കിയാൽ സാമൂതിരിക്ക് തൻ്റെ പ്രതിരോധ നടപടികൾ അവസാനിപ്പിച്ച് പോർച്ചുഗീസുകാരോട് സൗഹൃദത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരാൻ നിർബന്ധിതനായി എന്നത് തന്നെ. പോർച്ചുഗീസുകാരുമായുള്ള ഈ പോരാട്ടങ്ങളിലെല്ലാം മലബാറിൻ്റെ തീരങ്ങളിലുണ്ടായിരുന്ന മാപ്പിളമാർ ധീരമായി പോരാടിയെങ്കിലും അവർക്ക് മറ്റ് മേഖലകളിൽ നിന്ന് വലിയ സഹായങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ആ സമയം പ്രബലരായി ഉണ്ടായിരുന്ന സുൽത്താൻമാർ ഒന്നും തന്നെ പോർച്ചുഗീസ് വിഷയത്തിൽ വലിയ താൽപ്പര്യം എടുത്തിരുന്നില്ല. അതായത് സാമൂതിരിയുടെ സഹായം മാറ്റി നിർത്തിയാൽ മാപ്പിളമാർ ഒറ്റപ്പെട്ടു പോയിരുന്നു എന്ന് മനസ്സിലാക്കാം. മികച്ച ആയുധശേഖരവും നാവിക യുദ്ധങ്ങളിലെ കഴിവും നേതൃത്വവും ഒത്തൊരുമയും ഒക്കെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാർക്ക് മറ്റ് പ്രാദേശിക രാജാക്കന്മാരിൽ നിന്ന് സഹായവും ലഭിച്ചു. പിന്നീട് മാപ്പിള പ്രതിരോധത്തിൻ്റെ നായകസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നവരാണ് കുഞ്ഞാലി മരക്കാർമാർ എന്നത്. ശരിക്കും കൊച്ചിയിലെ മാപ്പിളമാരായിരുന്ന ഇവർ കൊച്ചി രാജാവ് പോർച്ചുഗീസുമായി സൗഹൃദത്തിലായതോടെ പൊന്നാനിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. സാമൂതിരിയുടെ സേവനത്തിൽ ചേർന്ന ഇവർ പോർച്ചുഗീസുകാർക്ക് വലിയ തിരിച്ചടികളൊക്കെ നൽകിയിരുന്നു. പോർച്ചുഗീസുകാർ ഇവരെ മലബാറിലെ കടൽ കൊള്ളക്കാർ എന്ന് വിളിക്കുകയും ചെയ്തു. കുഞ്ഞാലിമാരുടെ ധീരതയും പിൽക്കാലത്ത് മാപ്പിളമാരും ഹിന്ദുക്കളും തമ്മിലുണ്ടായ ബന്ധത്തിലെ വിള്ളലുമൊക്കെ കുഞ്ഞാലി നാലാമൻ്റെ ചരിത്ര കഥകളിൽ നമുക്ക് കാണാം. 1586-ൽ പൊന്നാനിയിൽ ഒരു പോർച്ചുഗീസ് കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയതിലൂടെ സാമൂതിരി മാപ്പിളമാരെ പിണക്കിയിരുന്നു. ഇതിന് പ്രതികാരമായി കുഞ്ഞാലി കോട്ടക്കൽ എന്ന സ്ഥലത്ത് കോട്ട പോലെ പുതിയൊരു താവളം സൃഷ്ടിക്കുകയും പിന്നീട് സാമൂതിരിയുടേത് ഉൾപ്പെടെ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ഫലത്തിൽ സാമൂതിരിയെയും പോർച്ചുഗീസുകാരെയും ഒന്നിപ്പിക്കുകയും അവർ ഒരുമിച്ച് കുഞ്ഞാലിയെ നേരിടുകയും ചെയ്തു. സുരക്ഷിതമായി വിട്ടയക്കാമെന്ന സാമൂതിരിയുടെ ഉറപ്പിൽ കുഞ്ഞാലി പിന്നീട് കീഴടങ്ങിയെങ്കിലും പോർച്ചുഗീസുകാർ പിടിച്ച് ഗോവയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെയും മറ്റ് മാപ്പിളമാരെയും പരസ്യമായി വധിക്കുകയും അദ്ദേഹത്തിൻ്റെ തല കണ്ണൂരിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയുമുണ്ടായി. കുഞ്ഞാലിയുടെ പിൻഗാമികൾ പിന്നീടും ആക്രമണങ്ങളൊക്കെ തുടർന്നു പോന്നെങ്കിലും അവരുടെ പൊതുവായിട്ടുള്ള പ്രാധാന്യം പതിയെ നഷ്ടപ്പെട്ടു. ആ കാല ഭരണമേഖലകൾ കൊള്ളക്കാർ എന്ന നിലയിൽ ഇവരെ മുദ്രകുത്തിയെങ്കിലും മാപ്പിളപ്പാട്ടുകളിലും മറ്റും കുഞ്ഞാലിമാരുടെ ധീരകഥകൾ ഇന്നും നിലനിൽക്കുന്നു. അറബ് മേഖലകൾ അടക്കം പിടിച്ചെടുത്ത പോർച്ചുഗീസ് സമുദ്രമേഖലയിൽ അവരുടെ പൂർണ്ണ ആധിപത്യം പുലർത്തുന്നതാണ് പിന്നീട് കണ്ടത്. പലപ്പോഴും അറബികൾ തിരിച്ചു വരാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. 1511-ൽ പോർച്ചുഗീസുകാർ മലാക്ക പിടിച്ചെടുക്കുകയും ചൈനയുമായുള്ള വ്യാപാരം പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തു. 1515-ൽ അവർ ഓർമൂസ് പിടിച്ചെടുത്തതോടെ പേർഷ്യൻ ഗൾഫ് വഴിയുള്ള കച്ചവടവും നിലച്ചു.
അതിലൂടെ കടലുകളുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം പോർച്ചുഗീസ് നേടുകയും പൗരസ്ത്യ ദേശങ്ങളിലെ വ്യാപാരത്തിൽ അവരുടെ കുത്തക ഉറപ്പിക്കാനും സാധിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ മാപ്പിളമാർക്ക് പൂർണ്ണമായൊരു പരാജയം തന്നെ നേരിടേണ്ടതായി വന്നു. പോർച്ചുഗീസുകാരുടെ ആക്രമണ നയത്തോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക നയവും ഇനി ഒരിക്കലും പഴയതുപോലെ ആകാത്ത തരത്തിൽ മാപ്പിളമാരെ തകർത്തിരുന്നു എന്നും പറയാം. അതായത് ഈ മേഖലയിലെ ബിസിനസ് എല്ലാം തന്നെ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന പ്രഖ്യാപിത നയമുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ മേധാവിത്വം നേടിയതിനു ശേഷം ഇവിടെ ഒരു മത്സരത്തിനും അനുവദിച്ചില്ല. ആദ്യം കുരുമുളകും ഇഞ്ചിയും, പിന്നീട് എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും, അരി ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങളടക്കം പോർച്ചുഗീസുകാരുടെ മാത്രം കുത്തകയായി മാറ്റുകയുണ്ടായി. അപ്രകാരം മാപ്പിളമാർ ഇന്ത്യൻ തീരങ്ങളിലേടെയുള്ള നാളികേരത്തിൻ്റെയും തുണിയുടെയും ചെറുകിട കച്ചവടങ്ങളിൽ മാത്രമായി പിന്നീട് ഒതുങ്ങേണ്ടി വന്നു. അപ്പോഴും ഇതിനൊക്കെ വലിയ തോതിലുള്ള നികുതി അവർക്ക് പോർച്ചുഗീസിന് നൽകേണ്ടതായും വന്നു. ഈ നികുതി ഉപയോഗിച്ച് പോർച്ചുഗീസ് ഭരണ സംവിധാനവും സൈനിക ഘടനയുമൊക്കെ അവർ ഇവിടെ നടപ്പാക്കുകയുമുണ്ടായി. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായി നിലവിലുണ്ടായിരുന്ന പല വിപണികളും, ഉദാഹരണത്തിന് ഓർമൂസ്, കോഴിക്കോട്, കൊല്ലം എന്നിവയ്ക്കൊക്കെ അവരുടെ വാണിജ്യാധിപത്യം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ പുതിയൊരു വാണിജ്യക്രമം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിൽ സാമൂതിരിയുടെയും മാപ്പിളമാരുടെയും അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ഉയർച്ചയിൽ നിന്ന് പെട്ടെന്ന് വലിച്ച് താഴേക്കിടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ചില വ്യാപാര പെർമിറ്റുകളൊക്കെ നേടിയും ചെറുതായി വ്യാപാരം തുടരാനുമൊക്കെ സാധിച്ച സാമൂതിരി അവിടെ പിടിച്ചു നിന്നപ്പോൾ മാപ്പിളമാർ സാമ്പത്തികമായി തന്നെ തകരുന്ന അവസ്ഥയും വന്നെത്തി. മതമേഖലയിലും പോർച്ചുഗീസുകാർ മുസ്ലിം മേഖലയോട് കടുത്ത എതിർപ്പ് തുടരുകയുണ്ടായി. തീരദേശങ്ങളിലെ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം അറബികളുടെ വരവിനെയും അതിലൂടെ നടക്കുന്ന വിവാഹ ബന്ധങ്ങളെയും അതുപോലെ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനങ്ങളെയുമൊക്കെ പൂർണ്ണമായി തടഞ്ഞു. അതിനൊപ്പം തന്നെ അതുവരെയും സമൂഹത്തിൽ പ്രബലരായിരുന്ന മാപ്പിളമാർക്ക് അവരുടെ സ്വാധീന ശക്തി നഷ്ടമാവുകയും പ്രതിരോധ നിരയിലെന്ന പോലെ നിൽക്കേണ്ടതായ അവസ്ഥയും വന്നു ചേർന്നു. പോർച്ചുഗീസ് വികാസത്തോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മേഖലകളും ഈ ഒരു സമയം വികസിക്കാൻ ആരംഭിച്ചു. പോർച്ചുഗീസ് ആധിപത്യം കാരണം വലിയ ലാഭം തന്നിരുന്ന കടൽ കടന്നുള്ള വ്യാപാരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് മാപ്പിളമാരെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കൂടി തള്ളിവിട്ടു എന്ന് കാണാം. തീരമേഖലയിൽ കേന്ദ്രീകരിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് വഴികൾ തേടി മറ്റു മേഖലകളിലേക്ക് പോവേണ്ടതായി വന്നു. പക്ഷേ ഉൾനാടൻ മേഖലകളിലും യാതൊരു സ്വാധീനവുമില്ലാത്ത അവസ്ഥയിലായിരുന്നു മുസ്ലിങ്ങൾ എന്ന് പറയാം. 1600കളിൽ ഇവിടെ പോർച്ചുഗീസ് ശക്തി തകരാൻ തുടങ്ങിയപ്പോഴും അതിൻ്റെ ഗുണം ഇവിടെയുള്ളവർക്കല്ല ലഭിക്കുന്നത് എന്നും കാണാം. പകരം പോർച്ചുഗീസ് ശക്തിയെ മാറ്റി മറ്റ് യൂറോപ്യൻ ശക്തികൾ ഏറെക്കുറെ അതേ നിലപാടോടെ ഇവിടെ തുടരുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നീടുള്ള കാലത്ത് ഡച്ച്, ബ്രിട്ടീഷ്, ഡെൻമാർക്ക്, ഫ്രഞ്ച് എന്നിവരൊക്കെ ഈ മേഖലകളിൽ കമ്പനികൾ സ്ഥാപിക്കുകയും കിഴക്കൻ മേഖലയിലെ വ്യാപാര കുത്തക തേടിയെടുക്കാനായി വലിയ നീക്കങ്ങൾ നടത്തുകയുമുണ്ടായി. ആ കാല എഴുത്തുകളിൽ കുരുമുളക് നേടാനായി യുദ്ധം ചെയ്യുക എന്നത് വ്യക്തമായി തന്നെ കാണാം. അങ്ങനെ മലബാറിലും പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് എന്നിവരുടെ ത്രികോണ പോരാട്ടം ഉണ്ടായി. അധികം വൈകാതെ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ശത്രുതയും സൃഷ്ടിക്കപ്പെട്ടു. പുതുതായി വന്ന യൂറോപ്യന്മാർ ആദ്യകാലങ്ങളിൽ വ്യാപാരത്തിൽ തന്നെയായിരുന്നു ശ്രദ്ധിച്ചത്. വ്യാപാരം നടത്താനായി കോട്ടകൾ കെട്ടിയും സഹകരിക്കുന്ന പ്രാദേശിക രാജാക്കന്മാരെ ഒപ്പം നിർത്തിയും അല്ലാത്തവരോട് ചിലപ്പോൾ നേരിട്ട് പോരടിച്ചും അവർ മുന്നോട്ട് പോയി. പിന്നീട് ഇവിടെ ഒരു ശക്തിയായി മാറുന്നത് ഡച്ചുകാരാണ്. അവരുടെ മുഖ്യ പങ്കാളിയായി മാറുന്നത് കൊച്ചി രാജാവുമാണ്. എന്നാൽ പിന്നീട് തകർന്ന ഇവർ 1790 കണ്ണൂരിൽ നിന്നും 1795 കൊച്ചിയിൽ നിന്നൊക്കെ പിന്മാറേണ്ടിയും വന്നു. ഈ സമയമായപ്പോഴേക്ക് ബ്രിട്ടീഷ് ഒരു വലിയ ശക്തിയായി മാറി തുടങ്ങിയിരുന്നു എന്നും പറയാം. ആദ്യകാലങ്ങളിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുന്നതിനായി മാപ്പിളമാരുടെ സഹായങ്ങൾ ഡച്ചുകാർ തേടിയിരുന്നെങ്കിലും അവരുടെ ഭരണകാലത്തും മാപ്പിളമാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി കാണാൻ സാധ്യമല്ല. കണ്ണൂരിലെ ആലി രാജാവുമായൊക്കെ ഉണ്ടായ ബന്ധങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ നോക്കിക്കാണാവുന്നവയാണ്. ഇതേസമയം ബ്രിട്ടീഷ് ശക്തിയും ഇവിടെ വേരൂന്നുന്നുണ്ടല്ലോ. തുടക്കകാലത്ത് ഭരണമേഖലകളിൽ അധികം ഇടപെടാതെ ബ്രിട്ടീഷ് പരമാവധി കുരുമുളക് സമ്പാദിക്കുക എന്ന നയത്തിലാണ് നിലകൊള്ളുന്നത്. ഇവിടെ നിന്നും കൊണ്ടുപോയ കുരുമുളക് 10 ഇരട്ടി വിലയ്ക്ക് ഇംഗ്ലണ്ടിൽ വിറ്റിരുന്നതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കാണാവുന്നതാണ്. ബ്രിട്ടീഷ് വ്യാപാര കാലത്തും പ്രായോഗികമായി ചിലർക്ക് ചില ഗുണങ്ങൾ കിട്ടിയെങ്കിലും മാപ്പിളമാരുടെ പഴയകാല സ്വാധീന ശക്തിയൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാറുകയാണ് ഉണ്ടായത്.
സാമൂതിരി അപ്പോഴും ഒരു ശക്തനായി നിലനിന്നിരുന്നെങ്കിലും അവിടെയും മാപ്പിളമാർ എവിടെയും കാര്യമായ ഒരു സ്വാധീനമായി പിന്നീട് നിലകൊണ്ടിരുന്നു എന്നതിന് തെളിവുകളില്ല. പല സഞ്ചാരികളും പറഞ്ഞു വെച്ചതുപോലെ മാപ്പിളമാർ എല്ലാവരും സമ്പന്നരായിരുന്നു എന്നത് തെറ്റാണെന്ന് പറയേണ്ടതുണ്ട്. സഞ്ചാരികൾ ശ്രദ്ധിച്ച ചെറിയ വിഭാഗം അങ്ങനെ ആയിരിക്കാമെന്ന് മാത്രം, പ്രത്യേകിച്ച് തീരമേഖലയിൽ. എന്തായാലും ഒരു കാലം വരെ സമ്പന്നരായിരുന്ന മാപ്പിളമാരും അറബികളും ചേർന്നാണ് ഈ മേഖലയിലുള്ള വാണിജ്യം നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയാം. എങ്കിലും അഭിവൃദ്ധിയുടെ പങ്ക് ആ സമുദായത്തിനാകെ ലഭിച്ചിരുന്നു. പോർച്ചുഗീസുകാർ ആ വ്യവസ്ഥ പാടെ തകർത്തു എന്നത് തന്നെ. ചില മാപ്പിളമാർ സമ്പന്നരായി തുടർന്നു എന്ന് കാണാമെങ്കിലും പഴയ വ്യവസ്ഥിതിയിൽ നിന്ന് തെറിച്ച ഒട്ടനവധി മാപ്പിളമാർ ചെറുകിട കച്ചവടക്കാരായും ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ ഒരു സമുദായമായി മാറുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ തിരിച്ചടികളിൽ അവരുടെ പ്രധാന മേഖലയായ തീരമേഖലകളിൽ പിന്നീട് ഇസ്ലാം മതവളർച്ച വലിയ തോതിൽ ഉണ്ടായില്ലെങ്കിലും ഉപജീവന മാർഗം തേടി ഉൾനാടുകളിലേക്ക് പോയവരെ കണ്ട് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള പല ജനവിഭാഗങ്ങളെ ഇസ്ലാം മതം ആകർഷിക്കുകയും ചെയ്തു എന്ന് പറയാം. ഇത്തരത്തിൽ കേരളത്തിലെത്തിയതിനു ശേഷം ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരുന്ന ഇസ്ലാം മതം പോർച്ചുഗീസുകാരുടെ വരവോടെ പുതിയൊരു മാറ്റത്തിന് കൂടി ഭാഗമായി. മിക്ക മേഖലയിലും സ്വാധീന ശക്തിയായി നിലകൊണ്ട സമ്പന്നത നിറഞ്ഞ ഈ വിഭാഗത്തിന് തിരിച്ചടികൾ ലഭിക്കുകയും പ്രതിരോധ നിരയിലെന്ന പോലെ നിൽക്കേണ്ടിയും വന്നു. ഇതിനൊരു മാറ്റം അല്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടം എന്നൊക്കെ പറയാവുന്നത് ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ മുന്നേറ്റത്തിൻ്റെയും മൈസൂർ ഭരണത്തിൻ്റെയും കാലത്താണ്. ഏതായാലും പോർച്ചുഗീസുകാരുടെ വരവ് വരെയും കേരളത്തിൻ്റെ തീരമേഖലകളിൽ നിർണായക സ്വാധീനമായി ഇസ്ലാം മേഖല നിലകൊണ്ടു എന്ന് കാണാം.